പൗരവ രാജവംശത്തിലെ ഏറ്റവും ധീരനായ രാജാവ് പുരുഷോത്തമൻ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പടയോട്ടം അവസാനിപ്പിച്ച വീരൻ. ഗ്രീക്ക് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ പോറസ് എന്ന നാമത്തിൽ രേഖപ്പെടുത്തി. സൈറോപോളിസ് യുദ്ധത്തിലെ വിജയത്തിനു ശേഷം BC 326 അലക്സാണ്ടർ ഇന്ത്യൻ നാട്ടുരാജ്യമായ പൗരവ രാജ്യത്തെ ആക്രമിക്കുന്നത്. 3 വർഷത്തെ തയ്യാറെടുപ്പുകളുമായി വന്ന ഗ്രീക്ക് സൈന്യം പൗരവ സൈന്യത്തെക്കാൾ വലുതായിരുന്നു. യുദ്ധത്തിനു മുൻപ് അലക്സാണ്ടർ 3 പ്രാവശ്യം തന്റെ സന്ദേശവാഹകരെ പുരുഷോത്തമ രാജാവിന്റെ അടുക്കലേക്ക് അയച്ചു. 2 തവണ ദൂതന്മാരെ സൗമ്യമായി തിരിച്ചയച്ച പൗരവരാജാവ് 3-ാമത്തെ തവണ അലക്സാണ്ടറിനെ യുദ്ധത്തിന് ക്ഷണിച്ചു. നിരവധി ഗ്രീക്ക് ചരിത്രകാരന്മാർ പുരുഷോത്തമനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ശാരീരിക രൂപത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. 7 അടിക്ക് മുകളിൽ ഉയരമുള്ള ഭീമാകാരനായ യോദ്ധാവ് എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധക്കളത്തിൽ പ്രത്യേകിച്ച് തന്റെ ആനപ്പുറത്ത് വരുമ്പോൾ അദ്ദേഹം ഭയപ്പെടുത്തുന്ന ഒരു രൂപമായി മാറുന്നു. കൂടാതെ ഗ്രീക്ക് ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് പൗരവ സൈന്യത്തിന് 150 മുതൽ 200 ആനകൾ വരെ ഉണ്ടായിരുന്നു. 1000 തേരുകളും 3500 കുതിരപ്പടകളും 40,000 കാലാളുകളും പൗരവ സൈന്യത്തിനുണ്ടായിരുന്നു. ആദ്യ ദിവസം തന്നെ അലക്സാണ്ടറുടെ സൈന്യം പൗരവന്മാരുടെ ആനപ്പടയുടെ ഉഗ്രമായ ആക്രമണം നേരിട്ടു. മാസിഡോണിയൻ സൈന്യത്തിന് പൗരവരുടെ ആനകൾ ഭീകരമായ നാശനഷ്ടങ്ങൾ വരുത്തി. ആദ്യമായി ഒരു ആനപ്പടയെ നേരിൽ കണ്ട മാസിഡോണിയൻ സൈന്യം നാലുപാടും ചിതറിയോടി. അവരിൽ ചിലരാണ് മലാനായിലെ തദ്ദേശികളായവരുടെ പൂർവികർ. പുരാതന ഇന്ത്യയിലെ പഞ്ചാബ് മേഖലയിൽ ധലം, ചെനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന ചെറുരാജ്യം ആയിരുന്നു പൗരവ രാജ്യം. തന്റെ സാമ്രാജ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ പൗരവ രാജ്യം 50-ൽ 1 മാത്രമാണെന്ന് അറിയാവുന്ന അലക്സാണ്ടർ എങ്ങനെ പെരുമാറണമെന്ന് പുരുഷോത്തമനോട് ചോദിച്ചപ്പോൾ ഒരു രാജാവിനോട് പെരുമാറുന്നതുപോലെ പെരുമാറൂ എന്ന് പിന്നീട് പ്രസിദ്ധമായ മറുപടി നൽകി. ഈ ധീരവും മാന്യവുമായ പ്രതികരണം അലക്സാണ്ടറിനെ വളരെയധികം ആകർഷിച്ചു. തുടർന്ന് അദ്ദേഹം യുദ്ധം അവസാനിപ്പിച്ച് പുരുഷോത്തമൻ രാജാവിന് തന്റെ രാജ്യം ഭരിക്കാൻ അനുവദിക്കുകയും കിഴക്ക് കൂടുതൽ ഭൂമി പൗരവ രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പരിക്കേറ്റ മാസിഡോണിയൻ സൈന്യം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു. സൈന്യത്തിലെ അംഗങ്ങളിൽ കുറച്ചു യോദ്ധാക്കൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ താമസമാക്കി. തക്ഷശിലയിലെ രാജാവായിരുന്നു അംബി. പൗരവ രാജ്യം ആക്രമിക്കാൻ അലക്സാണ്ടറിന് സാമ്പത്തിക സൈനിക സഹായം നൽകിയത് അംബിയായിരുന്നു. ഹൈഡാസ്പസ് യുദ്ധത്തിന് ശേഷം അംബി പൗരവ രാജ്യത്തിന്റെ സിംഹാസനം ആഗ്രഹിച്ചു. പക്ഷേ അലക്സാണ്ടർ അത് നിരസിച്ചു. അലക്സാണ്ടറുടെ കുതിരയും അദ്ദേഹത്തിന്റെ വിശ്വസ്ത കൂട്ടുകാരനുമായ ബുസെഫാലസ് പുരുഷോത്തമനെതിരായ യുദ്ധത്തിൽ മരിച്ചു. അലക്സാണ്ടർ പുരുഷോത്തമന് തക്ഷശിലയിലെ സമ്പന്നമായ ഒരു നഗരം നൽകി. അതിന് ബുസെഫാലസ് എന്ന് പേരിട്ടു. ഈ വാർത്ത അറിഞ്ഞ അംബി രാജാവ് നിരാശിതനും രോഗശയ്യയിൽ ആവുകയും ചെയ്തു. ചതിയൻ എന്ന കുപ്രസിദ്ധിയിൽ അംബി രാജാവ് വൈകാതെ മരിക്കുകയും ചെയ്തു. പുരുഷോത്തമന്റെ ആക്രമണത്തിൽ കുതിര പുറത്തുനിന്ന് വീണ അലക്സാണ്ടറുടെ പരിക്ക് രൂക്ഷമായി. ബാക്കിയുള്ള സൈന്യവുമായി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി. പുരുഷോത്തമനുമായുള്ള അവസാന യുദ്ധത്തിനു ശേഷം ഏകദേശം 3 വർഷം അദ്ദേഹം ജീവിച്ചു. BC 323 അദ്ദേഹം മരിച്ചു. BC 315 അലക്സാണ്ടറിന്റെ ജനറൽമാരിൽ ഒരാളായ യൂഡെമസ് പുരുഷോത്തമന്റെ കൊലപാതകം നടത്തി. അതിനുശേഷം യൂഡെമസ് ഭരണാധികാരിയുടെ ചുമതല ഏറ്റെടുത്തു. എന്നാൽ 1 വർഷത്തിനു ശേഷം ചന്ദ്രഗുപ്ത മൗര്യൻ ആ പ്രദേശം മുഴുവനും അഫ്ഗാനിസ്ഥാനും കീഴടക്കി. പുരാതന ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. അലക്സാണ്ടറുടെ പടയോട്ടം തടഞ്ഞ ധീരനെന്ന പേര് പുരുഷോത്തമനെന്ന പോറസിനെ ചരിത്രത്തിൽ അതുല്യനായി നിർത്തുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഐക്കൺ അമർത്തുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.